ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈ ലോകത്തിൻ്റെതായ ജീവിക്കാൻ അലഞ്ഞു നടക്കുന്ന ശരീരവും ദൈവത്തിൽ ഒന്നാവാൻ വെമ്പൽ കൊള്ളുന്ന ആത്മാവും തമ്മിലുള്ള സംസാരം നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ? ഹലോ ശരീരമേ, നിനക്ക് എന്തുണ്ട് വിശേഷം? വലിയ സുഖമൊന്നുമില്ലട്ടോ. ഇപ്പോൾ ഈ നൊയമ്പ് എന്ന് പറയുന്ന ഒരു ബാധ നിന്നെ പിടികൂടിയിരിക്കുകയല്ലേ. ഞാൻ എന്ത് ചെയ്യാനാ? ശ്വാസം മുട്ടി ഞാൻ മരിക്കുമെന്നാ തോന്നുന്നേ. സത്യത്തിൽ ഞാനും നിന്നെ കൊണ്ട് തോറ്റു. നിന്നെയും കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകാൻ ആകുമോ? ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ആകുലത. ആത്മാവേ, എനിക്കും നിന്നെ അങ്ങ് പിടിക്കുന്നില്ല. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് മുന്നോട്ട് പോവുക കുറച്ച് ടഫ് തന്നെ. ഞാൻ പറയുന്നതൊന്നും നീ അനുസരിക്കുന്നില്ല. കുറച്ച് നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒന്ന് കറങ്ങാനൊക്കെ പോയതുകൊണ്ട് ഈ ഭൂമിയിൽ കാണാൻ രസമുള്ളതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഒന്നും വരാനില്ല. എല്ലാം ദൈവമല്ലേ സൃഷ്ടിച്ചത്. ഒരു ജീവിതമല്ലേ ഉള്ളൂ നമുക്ക്. അത് നന്നായി ആസ്വദിക്കുക, തിന്നുക, കുടിക്കുക. പക്ഷേ നിനക്ക് ഞാൻ പറയുന്നത് എത്രയായാലും മനസ്സിലാകുന്നില്ല. പൊട്ടാ, നിന്നെ ഞാൻ ഡൈവേഴ്സ് ചെയ്യേണ്ടി വരുമെന്നാ തോന്നുന്നേ. അടങ്ങി ഒതുങ്ങി എനിക്ക് കീഴ്പ്പെട്ടിരുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ അങ്ങ് അടിച്ചു നിരത്തും കേട്ടോ. 40 ദിവസത്തെ പൂർണ്ണ ഉപവാസം എടുത്താലോ എന്നതാണ് എൻ്റെ ചിന്ത. എന്നോടാണോ നിന്റെ കളി? വലിയ അഭ്യാസം കാണിക്കാൻ വന്നാൽ വെള്ളം പോലും തരില്ല കേട്ടോ. എനിക്ക് സ്വർഗത്തിൽ പോകണം. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നു കൊള്ളണം. ആവശ്യത്തിന് മാത്രം ഭക്ഷിച്ച് അത്യാവശ്യം വൃത്തിയായി വസ്ത്രം ധരിച്ച് ആവശ്യമുള്ളിടത്ത് മാത്രം പോയി ഇവിടെ ലളിത ജീവിതം നയിക്കാൻ എന്നെ അനുവദിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പിരിയാം. എന്റെ പൊന്നു ചേട്ടാ, എന്നെ നീ വിട്ടുപോകരുത്. എന്നെ ദയവായി അധികം പീഡിപ്പിക്കരുത്. എനിക്ക് നിന്നെ നല്ല പേടിയുണ്ട്. നീ നല്ല ശക്തനാണ്. സർവശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോടൊപ്പമുണ്ട്. എത്ര വിചാരിച്ചിട്ടും നിന്നെ എതിർത്ത് തോൽപ്പിക്കാൻ ഇതുവരെയും എനിക്കായിട്ടില്ല. ഞാൻ കീഴടങ്ങിക്കൊള്ളാം. നിന്റെ ദാസനായി ഞാൻ ജീവിക്കാൻ തയ്യാറാണ്. നീ പറയുന്നതൊക്കെ ഞാൻ ഇനിമേൽ അനുസരിച്ചു കൊള്ളാം. അങ്ങനെ വഴിക്ക് വാടാ. പൊട്ടാ, നിന്നെ ഒന്ന് സ്വർഗത്തിൽ എത്തിക്കാനാണ് എൻ്റെ ഈ ഭൂമിയിലെ കഷ്ടപ്പാട് മുഴുവനും. നിന്നെ അങ്ങ് വലിച്ചെത്തിക്കാൻ എനിക്ക് പറ്റുന്നുമില്ല. നിന്നെ കൂടാതെ എനിക്ക് സ്വർഗത്തിൽ പോകാനും ആവില്ല. മരണശേഷം അങ്ങ് സ്വർഗത്തിൽ എത്തുമ്പോഴേക്കും നിന്നെ ഒരു നല്ല സുന്ദരക്കുട്ടപ്പനായി എനിക്ക് മാറ്റിയെടുക്കണം. ശരീരമേ, നീ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടാനുള്ളതാണല്ലോ. അല്ലാതെ ഈശോയോട് ഒന്നാകാനുള്ള എൻ്റെ ദാഹം ശമിക്കില്ലല്ലോ. അതാണ് നീ ഇങ്ങനെ ഓരോ പിടിവാശി കാണിക്കുമ്പോഴും ഞാൻ ക്ഷമയോടെ നിന്നോട് പെരുമാറുന്നത്. കയ്യും കാലും കണ്ണും ഒക്കെ വെട്ടിക്കളഞ്ഞ് ഇതൊന്നുമില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിലെത്തണം. ഇതാണ് എൻ്റെ ചിന്ത. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം കേട്ടോ. അയ്യോ, എന്നെ കൊല്ലല്ലേ ആത്മാവേ. ഞാൻ നിന്നോട് സഹകരിക്കാം. എന്തായാലും നീ ഇത്ര കർക്കശക്കാരനായതുകൊണ്ട് എന്റെ അഭിലാഷങ്ങളൊന്നും തൃപ്തിപ്പെടുത്താൻ നീ സമ്മതിക്കാത്തത് കൊണ്ട് നിന്നിലുള്ള ദൈവിക ശക്തി എന്നെക്കാളും മേലെ ആയതുകൊണ്ട് ഞാൻ ഇതാ കീഴ്പ്പെടുന്നു. പൊട്ടാ, നീ അടങ്ങി ഒതുങ്ങി എന്റെ വറുതിക്ക് നിന്നാൽ നിനക്ക് കൊള്ളാം. എങ്കിൽ നമുക്ക് ഒന്നിച്ച് സ്വർഗത്തിൽ പോകാം. ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. വേറെ ഒന്നിനും നിന്നെ കൊണ്ട് കൊള്ളില്ല. അപ്പോൾ ശരീരമേ, വേഗം വാ. നമുക്ക് ഒന്നിച്ച് ഈ നോമ്പുകാലം പ്രാർത്ഥനയിലും പരിഹാരത്തിലും പരിത്യാഗത്തിലും അടിച്ചു പൊളിക്കാം, അല്ലേ? ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വളർന്ന് പുഷ്പിക്കട്ടെ. ആ അടിയൻ ഇതാ ചേട്ടാ. പാവൻ ഞാൻ, വേറെ വഴിയില്ലല്ലോ. റോമ 8:13 നിങ്ങൾക്കറിയാമോ? ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും.